അസ്സലാമു അലൈക്കും. സമസ്ത അർദ്ധവാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ. സെക്ഷൻ 1 യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ പിതാവിനോട് ഉമ്മ എപ്പോഴും ഇഷ്ടമാണ് സ്ഥാനമുണ്ട്. 1. കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. 2. അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. 3. മാതാവിനെ പോലെ തന്നെ നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട് പിതാവിനോട്. 4. മാതാപിതാക്കൾ ചെയ്തു തരുന്ന ഗുണങ്ങളെ നാം ഓർക്കണം എപ്പോഴും. 5. നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു ഉമ്മ. സെക്ഷൻ 2 അതവുള്ള കുട്ടിക്ക് മിഠായി സമ്മാനിക്കാം. മിഠായിക്ക് നേരെ വരയിട്ട് യോജിപ്പിക്കാം. സഹൽ രാവിലെ നേരത്തെ ഉണർന്നു. ഷാഹിദ് ഉപ്പയോട് സലാം പറഞ്ഞു. ഷംനാദ് ചെറിയ സഹോദരനെ സ്നേഹിക്കുന്നു. സെക്ഷൻ 3 ഉത്തരം എഴുതാം. അവർ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാണ്. ആര്? ഉസ്താദുമാർ. 2. കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണം ഉണ്ടാകും എന്ത്? കുടുംബ ബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകും. 3. നമുക്ക് പിതാവ് വാങ്ങി തരുന്നവയിൽ നിന്ന് 4 വസ്തുക്കൾ ഓർമ്മയിൽ നിന്നും എഴുതാം. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, പഠനോപകരണങ്ങൾ. 4. ഇമാം നവവിയുടെ പേര് എന്ത്? യഹ്യ ഇബ്നു ഷറഫ്. 5. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി വെള്ളവുമായി മകൻ എന്തു ചെയ്തു? ഉമ്മയുടെ അരികെ നിന്നു. 6. മകനെ കണ്ട ഉമ്മ ചോദിച്ചു എന്ത്? മകൻ ഇനി ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു. 7. ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞതെന്ത്? അതെ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. 8. ഉടനെ ഉമ്മ ദുആ ചെയ്തു എന്ത്? അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. സെക്ഷൻ 4 പൂരിപ്പിക്കാം. ബന്ധുക്കളെ നാം സ്നേഹിക്കണം. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളാവണം. അവരുമായി യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത്. സെക്ഷൻ 1 യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ഗുണങ്ങളെ നല്ല പ്രാർത്ഥിക്കുകയും ഓർക്കുകയും വാക്കുകൾ അനുസരിക്കണം. മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവർ ചെയ്തു തരുന്ന ഗുണങ്ങളെ നാം എപ്പോഴും ഓർക്കുകയും ചെയ്യണം. എന്നാൽ നമുക്ക് നല്ല കുട്ടികളാവാം. സെക്ഷൻ 2 പൂർത്തിയാക്കാം. 1. അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. 2. അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം. 3. ബന്ധുക്കളെ നാം സ്നേഹിക്കണം. 4. കുടുംബ ബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. 5. ബന്ധുക്കളുമായി യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത്. സെക്ഷൻ 3 അറബി വാചകം എഴുതാം. 1. സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സെക്ഷൻ 4 ഉത്തരം എഴുതാം. ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകും എന്ത്? കുടുംബ ബന്ധം പുലർത്തുന്നത്. 2. ഇമാം നവവിയുടെ പേരെന്ത്? യഹ്യ ഇബ്നു ഷറഫ്. 3. ഇമാം നവവിയുടെ ഉമ്മ ദുആ ചെയ്തു എന്ത്? അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ.
4. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണെന്ന് ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്ത്? നിന്റെ ഉമ്മയോട്. 5. അവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര്? ഉസ്താദുമാർ. 6. 10 മാസത്തോളം ഗർഭം ധരിച്ചു വേദനിച്ചു പ്രസവിച്ചു ആര്? ഉമ്മ. സെക്ഷൻ 5 പൂരിപ്പിക്കാം. മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട്. നമുക്കു വേണ്ടി ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ മുതലായവ പിതാവാണല്ലോ വാങ്ങിത്തരുന്നത്.